പാക് സൈന്യത്തിന്റെ പിടിയിലുള്ള ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാന് എന്താണ് സംഭവിച്ചത്? അഭിനന്ദൻ വർത്തമാനോട് എങ്ങനെയായിരിക്കും പാക് സേന പെരുമാറുക? അഭിനന്ദൻ വർത്തമാന് ലഭിക്കേണ്ടത് ഏത് തരത്തിലുള്ള പരിരക്ഷകൾ? അഭിനന്ദൻ വർത്തമാന് ലഭിക്കേണ്ടത് യുദ്ധ തടവുകാരൻ എന്ന നിലയിലുള്ള പരിരക്ഷയും പരിഗണനയുമാണ്. 1965 യുദ്ധകാലത്ത് പിടിയിലാകപ്പെട്ട കെ നന്ദ കരിയപ്പ പറയുന്നത് കേൾക്കാം. യുദ്ധ തടവുകാരൻ എന്ന നിലയിലുള്ള സുരക്ഷയും പരിഗണനയുമാണ് അഭിനന്ദൻ വർത്തമാന് ലഭിക്കേണ്ടത്. അങ്ങനെ പരിഗണിക്കുകയാണെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ലെന്നാണ് 1965 യുദ്ധകാലത്ത് പിടിയിലായ പൈലറ്റ് കെ നന്ദ കരിയപ്പ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നത്. കുടകിൽ താമസിക്കുന്ന നന്ദ കരിയപ്പ എയർ മാർഷലായാണ് വിരമിച്ചത്. ഇന്ന് 81 വയസ്സായ കരിയപ്പയ്ക്ക് പാക് പിടിയിലാകുമ്പോൾ 26 വയസ്സായിരുന്നു. 1965 സെപ്റ്റംബർ 28 താൻ പറത്തിയിരുന്ന ഹോക്കർ ഹണ്ടർ എയർക്രാഫ്റ്റ് പാകിസ്ഥാൻ വെടിവെച്ചിട്ടു. ഇതിൽ നട്ടെല്ല് തകരുകയും തുടർന്ന് പാക് സൈന്യം അദ്ദേഹത്തെ ആശുപത്രിയിലാക്കുകയും ചെയ്തു. ഒരാഴ്ചത്തെ ആശുപത്രി വാസത്തിനു ശേഷം 8 ആഴ്ചക്കാലം ഏകാന്ത തടവിലാക്കി. പിന്നീട് യുദ്ധ തടവുകാരനായി ക്യാമ്പിലേക്കും മാറ്റി. യുദ്ധ തടവുകാരനാക്കപ്പെടുന്നയാൾ അദ്ദേഹത്തിന്റെ പേരും സർവീസും നമ്പറും മാത്രമാണ് വെളിപ്പെടുത്തുക. അതിനപ്പുറം ഒന്നും പറയില്ല, കരിയപ്പ വ്യക്തമാക്കുന്നു. ഇന്നത്തെ കാലത്ത് വീഡിയോ പുറത്തു വരുന്നുണ്ടെങ്കിൽ അന്ന് റെഡ് ക്രോസിന്റെ പാർസൽ ക്യാമ്പിൽ എത്തിയിരുന്നത് മാത്രമാണ് ഞങ്ങളൊക്കെ അവിടെയുണ്ടെന്ന് ഇന്ത്യ അറിഞ്ഞിരുന്നതിന് സൂചനയെന്ന് 2015 ഔട്ട്ലുക്ക് മാഗസിനിൽ കരിയപ്പ എഴുതിയിരുന്നു. അന്ന് ഫീൽഡ് മാർഷൽ ജനറലായിരുന്ന KC കരിയപ്പയുടെ മകനാണ് കെ നന്ദ കരിയപ്പ. KC കരിയപ്പയുടെ മകൻ തടവുകാരിൽ ഉണ്ടെന്നറിഞ്ഞ് പാകിസ്ഥാൻ സൈനിക മേധാവി അദ്ദേഹത്തെ വിളിച്ചു. ആ സന്ദർഭം വിവരിക്കുന്നത് നോക്കാം. അവൻ എൻ്റെ മകൻ മാത്രമല്ല, രാജ്യത്തിൻ്റെ മകനാണ്. രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന ഓരോ സൈനികനും ദേശസ്നേഹിയാണ്. എൻ്റെ മകന് പ്രത്യേക പരിഗണന നൽകേണ്ടതില്ല. മറ്റ് യുദ്ധ തടവുകാർക്ക് നൽകുന്ന പരിഗണന മാത്രം നൽകിയാൽ മതി. 1965 ഫീൽഡ് മാർഷൽ ജനറൽ കരിയപ്പ പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അയ്യൂബ് ഖാനോട് പറഞ്ഞ വാക്കുകളാണിത്. ഫീൽഡ് മാർഷൽ ജനറൽ കരിയപ്പയുടെ മകനെ 1965 യുദ്ധത്തിൽ പാകിസ്ഥാൻ യുദ്ധ തടവുകാരനായാണ് പിടിച്ചത്. ഫീൽഡ് മാർഷൽ കരിയപ്പയുടെ മകനാണ് തടവിലായതെന്നറിഞ്ഞ് പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അയ്യൂബ് ഖാൻ ഫീൽഡ് മാർഷലിനെ ബന്ധപ്പെട്ടു. പാകിസ്ഥാൻ കസ്റ്റഡിയിലുള്ള കരിയപ്പയെ മോചിപ്പിക്കാം. എന്നാൽ ഫീൽഡ് മാർഷൽ ജനറൽ കരിയപ്പ ആ ഔദാര്യം നിരസിച്ചു. കരിയപ്പ പിടിയിലാകുന്നത് യുദ്ധസമയത്തു തന്നെയായിരുന്നു. എന്നാൽ വർത്തമാൻ പിടിയിലാകുന്നത് സമാധാന സമയത്താണെന്ന വ്യത്യാസമുണ്ട്. എന്നാൽ വലിയ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെയാണ് അദ്ദേഹത്തെ കൈകാര്യം ചെയ്തതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തൻ്റെ MiG-21 വിമാനം തകർന്നപ്പോൾ പാരച്യൂട്ടിലൂടെ സുരക്ഷിതമായി ഇറങ്ങിയ വർത്തമാനെ പ്രദേശവാസികളാണ് പിടികൂടിയത്. തുടർന്ന് സൈന്യമെത്തുകയും സുരക്ഷിതമാക്കിയെന്നും പാക് മേജർ ചോദ്യം ചെയ്യുന്നതിനിടെ വർത്തമാൻ പറയുന്നതിൻ്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. തന്നെ പ്രദേശവാസികളിൽ നിന്ന് രക്ഷിച്ച ക്യാപ്റ്റൻ മുതൽ ചോദ്യം ചെയ്തവർ വരെ മാന്യമായാണ് പെരുമാറിയത്. പാക് സേനയുടെ പെരുമാറ്റത്തിൽ താൻ സന്തുഷ്ടനാണെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. എന്നാൽ പേര്, സർവീസ് നമ്പർ എന്നതിനപ്പുറത്തുള്ള വിവരങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്താൻ തയ്യാറായിട്ടുമില്ല. അതൊന്നും പറയില്ലെന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. യുദ്ധ തടവുകാരുടെ അവകാശങ്ങൾ ഇവയാണ്. യുദ്ധ തടവുകാരായി പിടിക്കപ്പെടുന്ന സൈനികരുടെ സുരക്ഷയ്ക്കായി വിപുലമായ നിയമങ്ങളാണ് അന്താരാഷ്ട്ര തലത്തിലുള്ളത്. 1929 മൂന്നാം ജനീവ കൺവെൻഷനിലാണ് ഇതു സംബന്ധിച്ച യുദ്ധ നിയമങ്ങൾ തയ്യാറാക്കിയത്. യുദ്ധ തടവുകാരുടെ അവകാശങ്ങൾ, ചികിത്സ, വിട്ടയക്കൽ തുടങ്ങിയ വിഭാഗങ്ങളായാണ് പരിരക്ഷയുള്ളത്. നേരിട്ടുള്ള നിയമ നടപടികൾ പാടില്ല. കുറ്റവാളികളെ പോലെ പാർപ്പിക്കരുത്. സ്വന്തം രാജ്യത്തേക്ക് എത്രയും വേഗം മടക്കി അയക്കണം. നിയമ നടപടി യുദ്ധ കുറ്റവാളി എന്ന നിലക്ക് മാത്രം മാനുഷിക പരിഗണന ഉറപ്പാക്കണം. അക്രമം, പീഡനം, ഭീഷണി, അപമാനിക്കൽ എന്നിവയിൽ നിന്നുള്ള സുരക്ഷ, സുരക്ഷിതമായ താമസ സൗകര്യം, ഭക്ഷണം, വസ്ത്രം, ശുചിത്വം, വൈദ്യസഹായം ഇതെല്ലാം യുദ്ധ തടവുകാരൻ്റെ അവകാശങ്ങളാണ്. ഇവ പാകിസ്ഥാൻ സൈന്യം വകവെച്ച് നൽകുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. വർത്തമാനെ എത്രയും വേഗം വിട്ടയക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുകയും ഇതിനായി അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്തു വരികയാണ്. ന്യൂസ് ഡെസ്ക്, സുപ്രഭാതം.